എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എൻ്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. ആരെന്നറിയുമോ? മഹാനായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടാ. നിനക്ക് പഠിക്കേണ്ട ചരിത്രമാ പൊന്നുമോന്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അതാ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി അതാ കയറ്റി നിർത്തിയിരിക്കുകയാണ്. തൂക്കുമരത്തിന്റെ മുന്നിൽ ഹുബൈബ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താഴെ നിൽക്കുന്നവർ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അതാ ഹുബൈബിന്റെ കളിക്കൂട്ടുകാരാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല ഹുബൈബേ. എടാ, എന്തിനാടാ പുതിയ മതം? എന്തിനാട്? അല്ലാഹുവേ, ആ പുതിയ മതം കളഞ്ഞിട്ട് ഇറങ്ങി വാടാ ഹുബൈബേ. നീ പറയുന്ന പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കൂടെ കിടത്താ. നിനക്കെത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ. നിനക്ക് ഞങ്ങൾ അധികാരം തരാ. വാടാ ഹുബൈബേ എന്ന് പറഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖുറൈശികൾ വിളിക്കുമ്പോ ഹുബൈബ് പറഞ്ഞു, എനിക്ക് പടച്ച റബ്ബിനെ മതി, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. അവസാനം അവര് പറഞ്ഞു, ഹുബൈബേ, എങ്കിലും നീ പുതിയ മതം കളഞ്ഞിട്ട് വരണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ഒന്ന് പറ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനതിനും തയ്യാറല്ല. അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാ സമയമായപ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാന ആഗ്രഹം എന്താണ് ഹുബൈബേ? പള്ളിക്കകത്ത് തറാവീഹ് നിസ്കാരം നടക്കുമ്പോ അതാ വടിയിലിരുന്നു കൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന ചെറുപ്പക്കാരാ, പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്ത് പടച്ചവനെ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോ ആ പള്ളിയുടെ പരിസരത്ത് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാന്റെ പള്ളിക്കകത്ത് പോയാൽ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അവസാനം വിത്തറിന്റെ സമയമാകുമ്പോ ഓടുകയാ. റമളാനിന്റെ 20ാമത്തെ 18 റക്അത്ത് കഴിയുമ്പോ ഓടിച്ചെന്നിട്ട് അത്തഹയ്യാത്തിലിരിക്കുന്ന യുവത്തവേ, എടാ, പ്രായം ചെന്ന വാപ്പമാരുണ്ടടാ പള്ളിക്കകത്ത്, നേരെ നടക്കാൻ കഴിയാത്തവർ, നല്ലതുപോലെ ഒന്ന് കുനിയാൻ കഴിയാത്തവർ, രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്തിരുന്നിട്ട് നിസ്കരിക്കുമ്പോ ആ പള്ളിയുടെ ഹൗദിന്റെ കരയില്, പള്ളിയുടെ 2ാമത്തെ നിലയില്, പള്ളിയുടെ വെളിയില് ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുന്ന യുവത്തവേ, ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയോട് കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ ഹുബൈബ്, അതുകൊണ്ട് നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുവോ? എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരുവോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്കൊന്ന് തലകുനിക്കണം. അവിടെ നിന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ബുദ്ധിപ്പെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നമസ്കരിക്കുന്നത്. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് കരയുന്നു, അല്ലാ, എപ്പോഴും ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. പടച്ചവനെ, ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ളവരെ, വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കേണ്ടത്, അല്ലാതെ ചെറിയ സൂറത്ത് ഓതിയിട്ടല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചാൽ അവന്റെ മരണം അല്ലാഹു
എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉമ്മ അറിയുന്നതിൽ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുമ്മ. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എനിക്ക് നിന്റെ മുന്നിൽ ഒരുപാട് നേരം നിൽക്കണമെന്ന് മോഹമുണ്ട് തമ്പുരാന്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയ സൂറത്തോതി നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, എനിക്കും മരിക്കാൻ പേടിയാണെന്ന് ഈ ശത്രുക്കൾ വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ എളുപ്പമങ്ങ് നിസ്കരിച്ചത്. അല്ലാ, എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പടച്ചവനെ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ കഴുത്തിലേക്ക് കയറെടുത്തിട്ടു എല്ലാവരും താഴെ നിൽക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും താഴെ നിൽക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തിലേക്ക് അതാ അവിടുന്ന് കയറെടുത്തിട്ടു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തൂക്കുമരത്തിൽ കിടക്കുമ്പോ മുത്തുനബിയോട് സലാം പറയുകയാണ്. ശത്രുക്കൾ തന്റെ തൊണ്ടയിലേക്ക്, തന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ ഹുബൈബ് ചിരിക്കുകയാ. ഹുബൈബ് ചിരിക്കുകയാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഹുബൈബ് എന്തിനാ ഹുബൈബേ നീ കരയുന്നത്? എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ പറയുന്നു, ഹുബൈബേ ഒന്ന് നോക്കൂ ഹുബൈബ്, മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ ഹുബൈബ്? സ്വർഗത്തിലെ വസ്ത്രം കണ്ടോ ഹുബൈബ്? നിന്നെ സ്വീകരിക്കാനാ. തൂക്കുമരത്തിൽ കിടക്കുമ്പോഴും ചിരിക്കുകയാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവിടെന്ന് ചിരിക്കുന്നതോട്, ചിരിക്കുന്ന മുഖത്തോടെ തൂക്കുകയറിൽ കിടന്ന് ആടുന്നത് കണ്ടപ്പോ ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആ ജനാസ എവിടെ നടിച്ചില്ല. ആ ഹുബൈബ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, അവിടെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അടിക്കാൻ അനുവദിക്കുന്നില്ല. പടച്ചവന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറഞ്ഞു, ഞാൻ കൊണ്ടുവരാറുബിയേ. ആ ചെറുപ്പക്കാരൻ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുക്കുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോ ആ സ്വഹാബി ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നു. അതാ ഒരു പെണ്ണോടി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അതാ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് പറയുകയാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം, ഈ ഹുബൈബിന്റെ തല എനിക്ക് തരണ്, ഈ ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിമുറിച്ചു തരണ്. എന്തിനാണെന്നറിയുമോ? അവന്റെ തലയോട്ടിയിൽ കള്ളുടിച്ചു കുടിക്കാനാ.
ഈ ഹുബൈബിന്റെ തലയൂട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കാരാട് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ എന്നെ തരാ. എനിക്കവന്റെ തലയൂട്ടി വേണം, ആ ഹുബൈബിന്റെ തല വേണം. പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടി മുറിച്ചു മാറ്റാ പോകുമ്പോ ഈ സ്വഹാബി ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആർക്കും ആ ജനാസയുടെ അടുക്കലേക്ക് പോകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എന്തോ സംഭവിച്ചതുപോലെ പടച്ചവനെ ആരെയും അവിടെ കാണുന്നില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അതാ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ഉബൈബ് തങ്ങളെ കാണുന്നില്ല, അവിടത്തെ ജനാസ കാണുന്നില്ല. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ആ സ്വഹാബി ഓടുകയാണ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഹുബൈബിനെ കബറടക്കി സ്വഹാബാ, ഹുബൈബിന്റെ ജനാസ കബറടക്കി സ്വഹാബാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവസാനത്തെ മോഹം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് തങ്ങളെ കബറടക്കിയത് ആരെന്നറിയുവോ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ മലക്കുകൾ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രായമുള്ളവര് മുടിയും വളർത്തിയിട്ട് റോഡിന്റെ പരിസരത്തിരുന്ന് കളിക്കുമ്പോ, അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്ന് കളിക്കുമ്പോ, ആ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച നീ അങ്ങനെ വെറുതെയുള്ളവനല്ലല്ലോ, നീ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ലല്ലോ. എടാ, നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാന്റെ മലക്ക് വരുവടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാണ് നിന്റെ ജനാസ കബറടക്കാൻ, നിന്റെ ജനാസ കബറടക്കുന്നതിൽ പങ്കെടുക്കാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നിന്റെ കബറിന്റെ ചാരത്തേക്ക് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാടാ വേണ്ടത്? നീ കാണുന്ന, നീ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ വരുവോ, അത് സിനിമാ താരങ്ങളാകട്ടെ, ഫുട്ബോളിന്റെ നായകന്മാരാകട്ടെ, മോനെ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഫുട്ബോൾ കളിക്കണമെങ്കിൽ കളിക്കാം, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ കളിക്കാം, അത് അല്ലാഹനെ മറന്നുകൊണ്ട് വേണോടാ ചെറുപ്പക്കാരാ. കാലുണ്ടെങ്കിലല്ലേടാ കളിക്കാൻ പറ്റൂ, കൈയുണ്ടെങ്കിലല്ലേ കളിക്കാൻ പറ്റൂ, കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ഇതൊക്കെ പോയാ നീ എന്ത് ചെയ്യുമടാ പൊന്നുമോന്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് വീടിനെ അലങ്കരിച്ചോ.